സോനം വാങ്ചുക്കിന് പിന്നാലെ പോലീസ് എന്ന് ഗീതാഞ്ജലി ആങ്മോ. ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ പോലീസിനെ വിന്യസിച്ചിരിക്കുകയാണെന്ന് സോനം വാങ്ചുക്കിന്റെ ഭാര്യ പറഞ്ഞു. ആരെ കാണണമെന്ന് പോലീസാണ് തീരുമാനിക്കുന്നത് എന്നും അവർ കുറ്റപ്പെടുത്തി. On 25th day of my hunger, you all are harassing me. Yes, please open. I'm going. Arrest me if you want. Shameless people. This is government or this is a butcher. Arrest me if you want. You are a doctor or a butcher. This is what you do on the 25th day. ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. ബസന്ത്, ഇത് കൃത്യമായി ഏതു സമയത്തെ ദൃശ്യങ്ങളാണ്? ഒപ്പം ഗീതാഞ്ജലി ആങ്മയുടെ ഈ ഒരു ആരോപണത്തോട് ഡൽഹി പോലീസിന് മറ്റെന്തെങ്കിലും പ്രതികരണങ്ങളുണ്ടോ? എങ്ങനെയാണ് ഈ സുരക്ഷ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാകാനുള്ള സാഹചര്യം? ദിവേഷ്, രണ്ട് ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. ഒന്ന്, ഇന്ന് രാവിലെ മേദാന്ത ആശുപത്രിയിൽ, അതായത് ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ ICU വാർഡിന് മുമ്പിൽ പോലീസ് നിൽക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ഗീതാഞ്ജലി പുറത്തുവിട്ടൊരു ഫോട്ടോയാണുള്ളത്. അതിൽ പോലീസ് ICU വാർഡിലും മേദാന്തയിലെ റിസപ്ഷൻ അടക്കമുള്ള സ്ഥലങ്ങളിലും ഉണ്ട് എന്നാണ് ഗീതാഞ്ജലി ആരോപിക്കുന്നത്. മറ്റൊന്ന്, ജൂലൈ 21 വന്നതാണ് ഇപ്പോൾ പുറത്ത് നമ്മൾ കാണിച്ച ദൃശ്യങ്ങൾ. അതായത് ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്നും മേദാന്തയിലേക്ക് പോകുന്ന സമയത്ത് പോലും ഡൽഹി പോലീസ് സോനം വാങ്ചുക്കിനെ തടയാൻ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അതായത് ഡൽഹി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ട ശേഷം അവിടെ നിന്നും സഫ്ദർജംഗിൽ നിന്നും മേദാന്തയിലേക്ക് പോകുന്ന ആശുപത്രിക്കുള്ളിൽ പോലും ഡൽഹി പോലീസ് സോനം വാങ്ചുക്കിനെ തടയാൻ ശ്രമിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ആ ദൃശ്യങ്ങളിലൂടെ പുറത്തു വരുന്നത്. പക്ഷേ ഇപ്പോൾ സഫ്ദർജംഗ് ആശുപത്രി പറയുന്നത് ഹൈക്കോടതി ഉത്തരവ് കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ സോനം വാങ്ചുക്ക് വാർഡിൽ നിന്നും പുറത്തേക്ക് പോകാൻ ശ്രമിച്ചപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ്. ഏതായാലും ഇന്ന് രാവിലെ മേദാന്തയിലെ ആശുപത്രിയിലെ റിസപ്ഷൻ അടക്കമുള്ള മേഖലയിലും ഒക്കെ തന്നെ പോലീസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ആരോപണമാണ് ഇപ്പോൾ ഗീതാഞ്ജലി ആങ്മോ മുന്നോട്ട് വെക്കുന്നത്. അവർ പറയുന്നത് സോനം വാങ്ചുക്കിനെ നിരീക്ഷിക്കാൻ ഈ ഘട്ടത്തിൽ പോലും പോലീസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം മേദാന്തയിലേക്ക് ഒരാൾ ചികിത്സയിലേക്ക് മാറുമ്പോഴും അദ്ദേഹത്തെ നിരീക്ഷിക്കാൻ പോലീസ് നിൽക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഗീതാഞ്ജലി മുന്നോട്ട് വെക്കുന്നത്.